ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസിലെ 22ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണിത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ ഒരു സീക്വൻസ് തരും. ആ സീക്വൻസ് തന്നിട്ട് ഏതെങ്കിലും ഒരു 2 നമ്പർ തന്നിട്ട് ആ 2 നമ്പറുകൾ ഈ സീക്വൻസിൽ വരുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വയ്ക്കുക. എന്തോ ഇക്വേഷൻ? n is equal to xn minus x1 by d plus 1. എളുപ്പമല്ലേ? എങ്ങനെയാണ്? xn minus x1 by d plus 1. തിരിഞ്ഞു പോകരുത്. അപ്പോൾ xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയോ? ഏത് നമ്പറാണോ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ നമ്പറിനെ വേണം xn ആയിട്ട് കൊടുക്കാൻ. ഏത് നമ്പറിനെയാണോ ചെക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ആ നമ്പറിനെ എന്തായിട്ട് എടുക്കണം? xn ആയിട്ട്. ഏത് നമ്പർ ഇപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ? 132. ക്ലിയർ അല്ലേ? അപ്പൊ xn ന് പകരം ആരെ എടുക്കുന്നു? 132 എടുക്കുന്നു. ഇനി x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. x1 ആരാ ഇവിടെ ഫസ്റ്റ് ടേം? 2 എടുക്കുന്നു. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ എടുക്കുന്നു. ഡിഫറൻസ് എത്രയാണ്? 4 മൈനസ് 2. 4 മൈനസ് 2 എത്രയാ? 2. ക്ലിയർ അല്ലേ? ഇനി എടുത്ത് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താ ഓക്കെ. n is equal to xn. xn ന് വരാനും കൊടുക്കുക 132. 132 മൈനസ് 2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 2 പ്ലസ് 1 132. 132 2 പോയാൽ 130. 130യുടെ പകുതി എത്ര? 130യുടെ പകുതി 65 അല്ലേ? 65 അല്ലേ വരുന്നേ? 65 പ്ലസ് 1 ആൻസർ എത്ര? 66. അപ്പോ ഈ 132 എന്ന് പറയുന്നത് ഈ സീക്വൻസില് വരുന്നുണ്ട്. എത്രാമത്തെ പദമായിട്ട് വരും? 66ാമത്തെ പദമായിട്ട് ആരാണ് വരുന്നത്? 132 ആയിരിക്കും വരുന്നത്. കണ്ടോ? എത്രാമത്തെ പദമായിട്ട് വരുന്നത്? ഇത് എത്രാമത്തെ പൊസിഷനാ? 1. ഇതെത്ര? 2. ഇത് 4. ഇത് 4ാമത്തെ പൊസിഷനിൽ ആരാ വരുന്നേ? 8. 132 ആരാ വരുന്നേ? അല്ല, 66ാമത്തെ പൊസിഷനിൽ ആരാ വരുന്നേ? 132. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അല്ലേ? പാടുണ്ടോ മനസ്സിലാവാൻ? എളുപ്പമല്ലേ? ഇനി ഇതേപോലുള്ള നാച്ചുറൽ നമ്പർ സീക്വൻസ് ആയിരിക്കും വരുന്നത്. നാച്ചുറൽ നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ഇപ്പോൾ ഡെസിമലിലോ ഫ്രാക്ഷനിലോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എത്രാമത്തെ നമ്പറാണെന്ന് പറയാൻ പറ്റുമോ? 1ാമത്തെ പദം അല്ലെങ്കിൽ 1ാമത്തെ പൊസിഷനാണ് ഇന്നെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതേപോലുള്ള നാച്ചുറൽ നമ്പറിലായിരിക്കണം എന്ത് വരേണ്ടത്? സീക്വൻസ് വരുന്നത്. അപ്പോഴേ നമുക്ക് പറയാം അത് കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ 132 വരുന്നുണ്ടല്ലോ. ഇനി അടുത്ത ഏതെന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ 331 ചെക്ക് ചെയ്ത് നോക്കിയേ. xn എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കും? 331. x1 എന്ത് തന്നെ? അത് തന്നെ അല്ലേ? ബാക്കിയെല്ലാം സെയിം തന്നെയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. n is equal to xn ന് പകരം ആരെ കൊടുക്കുക? 331 മൈനസ് 2 ബൈ 2 പ്ലസ് 1. 331 2 പോയാ 229 ബൈ 2 ബ്രാക്കറ്റ് കൊടുക്കുക പ്ലസ് 1 അല്ലേ? 329. 329. ആ 329ന്റെ പകുതി എത്രയാ? 164 അല്ലേ? 160 എത്ര വരും? 320. 4 എത്ര വരും? 8. 328. അര എത്ര വരും? 1. അപ്പൊ എത്ര വരും? 329. അപ്പൊ ആൻസർ എത്രയാ? 164 പ്ലസ് 1. അപ്പൊ എത്രാമത് വരും? 165. അപ്പൊ 331 പറയുന്നത് എത്രാമത്തെ പദം ഇതിനകത്ത്? 165 പദം. ശരിയാവൂ? അത് തെറ്റല്ലേ? അപ്പോ ഈ നമ്പർ ഇതിനകത്ത് എന്ത് ചെയ്യത്തില്ല? വരില്ല. മനസ്സിലായ? ക്ലിയർ ആയത്? എളുപ്പമല്ലേ ചെയ്യാൻ? പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിച്ചേ. അപ്പൊ ചെക്ക് ചെയ്യാനുള്ള നമ്പർ എടുത്ത് xn കൊടുക്കുക. ഫസ്റ്റ് ടൈം എടുത്ത് അതിൽ കൊടുക്കുക. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്രാമത്തെ പദമാണ്, അത് ഈ സീക്വൻസിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്.
തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെക്ക്. 22ാമത്തെ പേജിലുള്ളൊന്ന് ചെയ്തു. 22ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പറഞ്ഞത്. 13, 24, 35 ചെക്ക് ചെയ്ത് നോക്കേണ്ടത് 101. അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ ഒന്ന് ഓർത്ത് എഴുതിയിടണം. അതിനുശേഷം xn എന്താണെന്ന് എഴുതിയിടണം. xn എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ട നമ്പർ എത്രയാണ്? 101. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസിനകത്തുള്ള ആദ്യത്തെ നമ്പർ 13. ഇനി വേണ്ടത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 24 മൈനസ് 30. ആൻസർ ഈസ് 11. ഇത്രയും ക്ലിയർ ആണോ ഇരിക്കുന്ന എല്ലാവർക്കും? ഡൗട്ട് ഇല്ല? എളുപ്പമല്ലേ? ഇനി അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും? n is equal to xn 101 മൈനസ് x1 13 ബൈ ഡിസ്റ്റൻസ് 11 പ്ലസ് 1. 101 13 കുറച്ചാ 88. 88 ബൈ 11 പ്ലസ് 1. 88ൽ 11 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പൊ 8 പ്ലസ് 1 ദാറ്റ് ഈസ് 9. അതിന്റെ അർത്ഥം എന്താ? 9ാമത്തെ ടേമാണ് ആര്? 101. ഈ സീക്വൻസിലെ 9ാമത്തെ ടേം. ഇതിപ്പോ 3 അല്ലേ ഉള്ളു? 4, 5, 6, 7, 8. 9ാമത്തെ ടേം വരുമ്പോ ആര് വരും? 101 വരും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 101 is a term of this sequence. മനസ്സിലായോ? 101 1001 ഇടുക. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇവിടെ 1001 ഇടുന്നു. 1001 13 കുറച്ച് എത്ര കിട്ടും? 988 അല്ലേ? 988നെ 11 ഡിവിഷൻ നടത്തുമ്പോ 988 ഡിവൈഡഡ് ബൈ 11. 11ൽ എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 88. ബാക്കി 10. 8 താഴോട്ട് ഇറക്കും. 11ൽ എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 99. അടുത്ത എത്ര വരിക? 99, 108 എത്ര വരും? 9 അല്ലേ? ഇനി ഇറക്കാൻ ആരെങ്കിലും ഉണ്ടോ? പോയിന്റ് കൊടുത്തപ്പോ തന്നെ പോയി ഇല്ലേ? പോയിന്റ് കൊടുത്തപ്പോ തന്നെ പോയി. കിട്ടുവോ? 89 സംതിങ് എന്ന് വല്ലതും വരുവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 1001 is not a term of this sequence. അങ്ങനെ എഴുതി വെക്കണം. 1001 is not a term of this sequence. 101ൽ എന്ത് എഴുതാം? 101 is the term of this sequence. 1001 is not a is the term എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1001ൽ not a term. Not a term of this sequence. ഇത്ര എഴുതിയാൽ സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ബോക്സ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് 123ഉം 132 ആണ്. അപ്പൊ ആദ്യം നമ്മൾ ആരെ ചെക്ക് ചെയ്യുന്നത്? xn is equal to 123, x1 is equal to 11. കോമൺ ഡിഫറൻസ് കാണാൻ 22ൽ നിന്ന് 11 കുറയ്ക്കുന്നു. ആൻസർ ഈസ് 11. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇക്വേഷനിൽ. n is equal to xn ന് പകരം 123 മൈനസ് x1 ന് പകരം 11 ബൈ കോമൺ ഡിഫറൻസ് 11 പ്ലസ് 1 is equal to 123ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 112 അല്ലേ കിട്ടിയ? 112 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1 is equal to 112 11 112 11 ഒരു പ്രാവശ്യം അല്ലേ? 2 പറ്റുമോ? ഇല്ല. പോയിന്റ് പോത്തില്ലേ? അപ്പൊ നമുക്ക് പറയാം ഈ പോയിന്റിലാണ് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ പോയിന്റ് കൊടുത്ത് 0 വരണം. അപ്പൊ എന്തായാലും ഡെസിമൽ പോയിന്റിലോട്ടാ പോണേ. പിന്നെ നമ്മൾ ചെയ്യണ്ട. അപ്പൊ നമുക്ക് തന്നെ എഴുതാം. എന്താ എഴുതാം? 123 is not a term of this sequence. അങ്ങനെ എഴുതി വെക്കും. ഞാൻ അടുത്ത ചെക്ക് ചെയ്യുന്നത് 132. ഇപ്പൊ ഇവിടെ xn ന് ഒരാരെ കൊടുക്കുക? 132 കൊടുക്കുന്നു. ഇവിടെ നിന്ന് തിരിക്കുന്നു. ബാക്കി എല്ലാം അതേപോലെ എന്താ, ഒന്നും മാറ്റണ്ട. ഇനി 132ൽ നിന്ന് 11 കുറയ്ക്കുമ്പോ 121 ഡിവൈഡഡ് ബൈ
121 divided by 11. 11 plus 1. 11 എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. 11 plus 1 12. 12ാമത്തെ ടേമാണ് ആര് വരുന്നത്? 132 വരുന്നത്. മനസ്സിലായി? അപ്പൊ ഇവിടെ എന്താ എഴുതാം? 132 is the term of this sequence. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/4, 1/2, 3/4. ചെക്ക് ചെയ്ത് നോക്കേണ്ടത് 3ഉം 4ഉം ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം xn എഴുതുന്നു. xn എത്രയാ? xn എത്രയാ? 3. ചെക്ക് ചെയ്ത് നോക്കണ്ടേ? x1 എത്രയാ? 1/4. കോമൺ ഡിഫറൻസ് ആണ്, ശ്രദ്ധിക്കുക. ഫ്രാക്ഷൻ ആണ്. കോമൺ ഡിഫറൻസ് കാണാൻ 1/2ൽ നിന്ന് ഇവിടുന്ന് ആരെ കുറയ്ക്കണം? 1/4. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഈക്വൽ ആക്കണം. ഡിനോമിനേറ്ററിനെ എന്താക്കണം? ഈക്വൽ ആക്കണം. മനസ്സിലായില്ലേ? ഇവിടുത്തെ വലിയ ഡിനോമിനേറ്റർ ആരാ? 4 അല്ലേ? അപ്പൊ ചെറിയതാരാ? 2. ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? ശ്രദ്ധിക്കണം ഇവിടെ എല്ലാവരും. ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യും? 2വിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 ഉണ്ട്. 2വിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മുകളിൽ എന്ത് കൊടുക്കണം? 2. ഡിനോമിനേറ്ററിൽ എന്ത് എഴുതുന്നു അത് എവിടെ കൊടുക്കണം? ന്യൂമറേറ്ററിൽ മുകളിലും കൊടുക്കണം. ഇപ്പൊ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇനി ഒന്ന് നോക്കിയേ. ഇവിടെ 1 കൊണ്ട് 2നെ ഇൻറ്റു ചെയ്താൽ എത്ര വരും? 2 ഡിവൈഡഡ് ബൈ ഇവിടെ 2 × 2 4. ഇപ്പുറത്ത് ആരുണ്ട്? 1/4. ഇപ്പൊ ഈക്വൽ ആയില്ലേ? മനസ്സിലായോ? എങ്ങനെ? ആദ്യം ഡിനോമിനേറ്റർ ഈക്വൽ ആണോ എന്ന് നോക്കുക. ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ വലിയ നമ്പറിലോട്ട് ചെറിയ നമ്പറിനെ എത്തിക്കാൻ ശ്രമിക്കുക. ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2വിനെ എത്ര കൊണ്ട്? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ അതേ 2 കൊണ്ട് തന്നെ മുകളിലോട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ 1 × 2 എന്ന് പറയുന്നത് 2ഉം 2 × 2 എന്ന് പറയുന്നത് 4ഉം ആകും. മൈനസ് 1/4 അതേപോലെ തന്നെ എഴുതുക. അതിനെ വീണ്ടും ഇൻറ്റു ചെയ്യണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തു? ഡിനോമിനേറ്റർ ഈക്വൽ ചെയ്തു. ക്ലിയർ ആയോ? ഇനി നമുക്ക് കുറച്ചാൽ മതി. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ കൊടുക്കുക. ഡിനോമിനേറ്റർ ആരാ ഇവിടെ? 4. 4ന് അതേപോലെ തന്നെ കൊടുക്കുക. മുകളില് 2ൽ നിന്ന് 1 കുറച്ചാൽ 1. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 എന്നാ. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 1/4. ഇനി നമ്മളുടെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ xnൽ ആരാ വരിക? xnൽ 3 ആണ് വരുന്നത്. മൈനസ് x1 എന്ന് പറഞ്ഞാൽ ആരാ? 1/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആരാ? 1/4 പ്ലസ് 1 ഉണ്ടോ? അപ്പൊ ഇതൊരു മിക്സഡ് ഫ്രാക്ഷനിലല്ലേ ഇരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷനിൽ ഇരിക്കുന്നതിന് എന്ത് ചെയ്യാം? നമ്മളൊന്ന് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അപ്പം 3 1/4നെ എങ്ങനെയാ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത്? ഇത് നേരെ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 12 കിട്ടിയില്ലേ? പിന്നെ ആരുണ്ട് ഇവിടെ? മൈനസ് മേലാരുണ്ട്? 1/4. ആൻസർ ഈസ് 11/4. എന്ത് കിട്ടി? മനസ്സിലായോ? മിക്സഡ് ഫ്രാക്ഷൻ എന്തിലോട്ട് മാറ്റി? ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് അതേപോലെ മുകളിലുള്ളത് അതേപോലെ കൊടുക്കുക, താഴെയുള്ള ഡിനോമിനേറ്ററിനെ കൊടുക്കുക. 11/4. അപ്പൊ ആ 11/4നെ അതേപോലെ എടുത്ത് എഴുതുന്നു. ബൈ താഴെ ആരുണ്ട്? 1/4 പ്ലസ് 1. ഇനി ആ 11/4 ബൈ 1/4നെ ഡിവിഷൻ നടത്തി പ്ലസ് 1 ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. എന്താണ് ഇതിനെങ്ങനെ ഡിവിഷൻ നടത്തും? 4ഉം 4ഉം വെട്ടിക്കളയാം. 4ഉം 4ഉം വെട്ടിക്കളയാം നമുക്ക്. കേട്ടോ? ഇല്ലാന്നുണ്ടെങ്കിലേക്ക് 4ഉം 4ഉം അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? എപ്പോഴും അത് തന്നെ വരണമെന്നുണ്ടോ? 3 3 അല്ലെ 2 2 5 5 എങ്ങനെ വരണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യുക? നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം. ഡിവിഷൻ നടത്തുമ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത്. പെട്ടെന്ന് ഇതിന് റൂളുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ 11/4 ഇത് ഡിവിഷൻ അല്ലേ? എങ്ങനെ വായിക്കുന്നത്? 11/4 ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ ഇങ്ങനെ അങ്ങോട്ട് എഴുതുന്നു നമ്മൾ. ഡിവൈഡഡ് ബൈ 1/4. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഈ എഴുതിയത് മനസ്സിലായോ? ഇങ്ങനെ എഴുതിയതിന് പകരം നമ്മൾ എങ്ങനെ ഒരു ഡിവിഷൻ കൊടുത്തു. 1/4 എന്ന് കൊടുത്തു. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം എന്താ? ഒന്ന് തന്നെ.
ആണല്ലോ. ഇനി നമുക്ക് വേറൊരു റൂൾ ഉണ്ട്. എന്താ? ഡിവിഷനെ നമുക്ക് എന്താക്കാം? മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. ഡിവിഷൻ എന്താക്കാം? മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അപ്പൊ 11/4 എഴുതുന്നു, ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു. ചുമ്മാ ആക്കിയാ പോരാ, അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോ അപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യും? തലതിരിയും. അപ്പുറത്തുള്ള ആൾ എന്തായും? തലതിരിയും. അപ്പൊ ഇവിടെ തലതിരിയുന്ന എങ്ങനെയാ? 4/1 ആയിട്ട് തലതിരിയും. ക്ലിയർ ആയോ? അപ്പോ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാലും മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷൻ ആക്കിയാലും തൊട്ടപ്പുറത്തുള്ള ആൾ എന്താവും? തല തിരിഞ്ഞു പോവും. മനസ്സിലായ? അപ്പുറത്തുള്ള ആളല്ല, അപ്പുറത്തുള്ള, അത് കഴിഞ്ഞിട്ട് വരുന്ന കേട്ടാ. അപ്പോ ഡിവിഷനെ നമ്മൾ എന്താക്കി? മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പുറത്തുള്ള ആൾ എന്തായി? തല തിരിഞ്ഞു. അപ്പൊ ഇത് നോക്കിയേ, 4 4 എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. അപ്പൊ 11/1 എന്ത് തന്നെ ആൻസർ? 11 + 1 = 12. അപ്പൊ 3 വരുമല്ലോ. 3 വരുമല്ലോ. എത്രാമത്തെ ടേം? 12th ടേം. 3 is the 12th term of this sequence. ടേം കൂടി ആണെങ്കിൽ എഴുതി. ക്ലിയർ അല്ലേ? എഴുതി സെറ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് 4 ചെയ്ത് നോക്കി ഇതേ മെത്തേഡിൽ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണം? ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? എന്താക്കി മാറ്റണം? ഫ്രാക്ഷൻ ആക്കണം. ഇവിടെ എന്താക്കണം? ഫ്രാക്ഷൻ ആക്കണം. ഒന്ന് ആക്കിയേ നോക്കട്ടെ. ആദ്യം സീക്വൻസിനകത്തുള്ള മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്തിലോട്ട് മാറ്റണം? ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഇവിടുത്തെ മിക്സഡ് ഫ്രാക്ഷൻ ആര്? 1/2. അപ്പൊ എന്താ ചെയ്യുക? 1 × 2. ആദ്യം എന്ത് ചെയ്യണം? ഈ സൈഡിൽ കിടന്ന് എന്ത് ചെയ്യണം? 1 × 2 എന്താ? 2. 2 + 1 3. അപ്പൊ 1 × 2 2 + 1/2. 1 × 2 2 ആണ്, +1/2. ആൻസർ ഈസ് 3/2. സിമ്പിൾ. കണ്ടാ? ഇനി അടുത്ത 2 1/4. 2 1/4. ഇതേപോലെ എന്ത് ചെയ്യാ? 2 × 4 8. 8 + 1 9. 9/4. അപ്പൊ ഇവിടുത്തെ ഫ്രാക്ഷൻ ഇത് സീക്വൻസ് മാറിയില്ലേ? എന്താ മാറി? 3/4. 1/2 നമ്മൾ എന്താ മാറ്റിയേ? 3/2. അടുത്തത് 9/4. ഇതാണ് സീക്വൻസ്. ഇനി ഈ സീക്വൻസിലിട്ടാണ് 3 ഉണ്ടോ 4 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായ? ചെക്ക് ചെയ്യാമല്ലോ. കണ്ടുപിടിച്ചൂടെ? അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും